യെസ്, കാണാം സർ. ഇന്നലെ ലീവുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കുകയാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ KSRലെ പാർട്ട് ഫസ്റ്റിലെ ചാപ്റ്റർ 9 ലീവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ നമുക്ക് ലീവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ KSRലെ പാർട്ട് ഫസ്റ്റിലെ ചാപ്റ്റർ 9ലെ റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിലാണ് നമ്മൾ അത് പരിശോധിക്കേണ്ടത്. ലീവിനെ കുറിച്ച് നമുക്കൊരു സംശയം വരുന്നു. റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിലാണ് അത് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. അത് കൂടാതെ അപ്പൻഡിക്സ് 7, 8, 12A, 12B, 12C ഈ അപ്പൻഡിക്സിലും ലീവിനെ കുറിച്ച് പരാമർശമുണ്ട്. അപ്പൊ ഒരാൾക്ക് ലീവിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എവിടെ നോക്കണം? ഒരാൾക്ക് ലീവിനെ കുറിച്ച് അറിയണമെങ്കിൽ എവിടെ നോക്കണം? KERലെ പാർട്ട് ഫസ്റ്റിലെ ലീവ് റൂൾസിൽ റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിലും പിന്നെ എവിടെ അപ്പൻഡിക്സ് 7, അപ്പൻഡിക്സ് 8 ആരാണ് അൺമ്യൂട്ടായി നിൽക്കുന്നത്? മ്യൂട്ടാവും സർ. മ്യൂട്ടായില്ലേ? അപ്പൻഡിക്സ് 7, 8, 12A, 12B, 12C ഈ അപ്പൻഡിക്സുകളിലാണ് ലീവിനെ കുറിച്ച് പറയുന്നത്. റൂൾ 61 അതാരാണ്? അദ്ദേഹത്തിന്റെ പേരൊന്ന് വിളിക്കാവോ? അൺമ്യൂട്ടായി നിൽക്കുന്ന ആളുടെ. ശരി, അപ്പം ലീവിനെ കുറിച്ച് നമുക്കൊരു ഡൗട്ട് വന്നാൽ റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിലോ അല്ലെങ്കിൽ KSRന്റെ അവസാന ഭാഗത്തുള്ള അപ്പൻഡിക്സ് 7, 8, 12A, 12B, 12C ഈ പറഞ്ഞ അപ്പൻഡിക്സിലോ നോക്കിയാൽ മതിയോ? അപ്പൻഡിക്സ് 7 എന്ന് പറയുന്നത് കാഷ്വൽ ലീവ് സംബന്ധമായ നിയമങ്ങളാണ്. അപ്പൻഡിക്സ് 7 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൻഡിക്സ് 7 കാഷ്വൽ ലീവ് സംബന്ധമായ നിയമങ്ങൾ. അപ്പൻഡിക്സ് 8 ലിമിറ്റഡ് പീരീഡിലേക്ക് നിയമിക്കപ്പെട്ടവരുടെ ലീവ് റൂൾസ്. അപ്പൻഡിക്സ് 12A ഇന്നലെ നമ്മൾ പറഞ്ഞതല്ലേ, സ്വദേശത്തോ വിദേശത്തോ മറ്റ് ജോലി സ്വീകരിക്കാനുള്ള LWA. Then അപ്പൻഡിക്സ് 12B 2 വർഷത്തിൽ കുറഞ്ഞ സർവീസ് ഉള്ളവർക്ക് പഠനാവശ്യാർത്ഥം അനുവദിക്കുന്ന LWA. അപ്പൻഡിക്സ് 12C ജോയിനിങ് സ്പൗസ്. നോട്ട് ചെയ്യാൻ പറ്റിയോ? യെസ്. അപ്പം ലീവിനെ കുറിച്ച് KSRൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയോ? യെസ്, നോക്കൂ. KSRൽ ലീവിനെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ പാർട്ട് ഫസ്റ്റിലെ എവിടെയാണ്? ചാപ്റ്റർ 9. ചാപ്റ്റർ 9ലെ
റൂൾ റൂൾ 61 മുതൽ 124 വരെ. റൂൾ 61 മുതൽ 124 വരെ. റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിലും അത് കൂടാതെ എവിടെയുണ്ട്? അത് കൂടാതെ Appendix 7, Appendix 7, Appendix 8, Appendix 12, Appendix 12B, Appendix 12C ഈ പറഞ്ഞ അപ്പൻഡിക്സിലും ലീവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ശരി, അതിന്റെ താഴെ നിങ്ങളുടെ നോട്ടിൽ എന്ത് കാണണം? അപ്പൻഡിക്സ് 7 എന്തിനെ കുറിച്ചാണ്? കാഷ്വൽ ലീവ്. റൂൾസ് റിലേറ്റിംഗ് ടു കാഷ്വൽ ലീവ്. നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. ഇനി then അപ്പൻഡിക്സ് 8 എന്താണ്? limited ലിമിറ്റഡ് പീരീഡിലേക്ക് നിയമിക്കപ്പെട്ടവരുടെ ലീവ് റൂൾസ്. നിയമിക്കപ്പെട്ടവരുടെ ലീവ് റൂൾസ്. ലിമിറ്റഡ് പീരീഡിലേക്ക് നിയമിക്കപ്പെട്ടവരുടെ ലീവ് റൂൾസ്. അപ്പൻഡിക്സ് 8. Then അപ്പൻഡിക്സ് 12A. സ്വദേശത്തോ വിദേശത്തോ മറ്റ് ജോലി സ്വീകരിക്കുന്നതിന് അനുവദിക്കുന്ന LWA. അപ്പൻഡിക്സ് 12B. 2 വർഷത്തിൽ കുറഞ്ഞ കാലയളവ് മാത്രം സർവീസ് ഉള്ളവർക്ക് പഠനാവശ്യാർത്ഥം അനുവദിക്കുന്ന LWA. ലാസ്റ്റ് അപ്പൻഡിക്സ് 12C. ജോയിനിങ് സ്പൗസ്. ഓക്കെ, ശരി. ഇനി റൂൾ 61 പ്രകാരം KSRലെ ലീവ് റൂൾസ് KSR മുഴുവനും ബാധകമായ എല്ലാ ജീവനക്കാർക്കും ബാധകമാണ്. KSRലെ റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകൾ ആർക്ക് ബാധകം എന്ന് ചോദിച്ചാൽ ആർക്ക് ബാധകം? KSR മുഴുവനായും ആർക്കൊക്കെ ബാധകമാണോ അവർക്കൊക്കെ KSRലെ ലീവ് റൂൾസും ബാധകമാണ്. The rules in this chapter apply to all officers to whom these service rules as a whole apply. These service rules as a whole apply. ഈ കേരള സർവീസ് റൂൾസ് മുഴുവനായും ബാധകമായ എല്ലാ ജീവനക്കാർക്കും KSRലെ ലീവ് റൂൾസും ബാധകമാണ്. ആർക്കാണ് KSRലെ ലീവ് റൂൾസ് ബാധകം എന്ന് ചോദിച്ചാൽ these leave rules apply to all officers to whom these service rules as a whole apply. ഇതുവരെ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല ആ ഭാഗത്തുനിന്ന്. എങ്കിൽ പോലും നമ്മൾ ഓർമ്മിക്കണം, ആർക്കാണ് ലീവ് റൂൾസ് ബാധകം എന്ന് ചോദിച്ചാൽ KSR മുഴുവനും ബാധകമായ ആളുകൾക്ക് ലീവ് റൂൾസും ബാധകമാണ്. അത്രയേ ഉള്ളൂ. നോട്ട് ചെയ്യാൻ പറ്റിയോ? ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോ ഇത് അറിയുന്നതിന് മുമ്പേ, ഇപ്പം റൂൾ 63 നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് കോമ്പൻസേഷൻ പെൻഷൻ? എന്താണ് ഇൻവാലിഡ് പെൻഷൻ? 2 ടേം, കോമ്പൻസേഷൻ പെൻഷൻ അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷൻ. ഒരു തസ്തിക നിർത്തലാക്കുന്നു ഗവൺമെന്റ് ഒരു തസ്തിക നിർത്തലാക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ ആ തസ്തികയിലുള്ള ആളോട് ഗവൺമെന്റ് ഒരു ഓപ്ഷൻ വെക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ താഴ്ന്നതോ സമാനമായതോ ആയ ഒരു തസ്തികയിൽ
പകരം ജോലി തരാം. അതല്ലെങ്കിൽ അയാളുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷൻ വെക്കും, നിങ്ങൾക്ക് ഇതുവരെയുള്ള സർവീസ് പരിഗണിച്ച് പെൻഷൻ തരാം, ഏത് വേണം. ആ ഓഫീസർ പറയാണ്, ഇതിനേക്കാൾ താഴ്ന്ന തസ്തികയിലേക്കൊന്നും എനിക്ക് പോകാൻ താല്പര്യമില്ല, ഇതുവരെയുള്ള സർവീസ് പരിഗണിച്ച് എനിക്ക് പെൻഷൻ തന്നേക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നൽകുന്നതാണ് കോമ്പൻസേഷൻ പെൻഷൻ. തസ്തിക നിർത്തലാക്കിയതിനു കോമ്പൻസേഷനായി അനുവദിക്കുന്ന പെൻഷൻ, ദാറ്റ് ഈസ് കോമ്പൻസേഷൻ പെൻഷൻ. കോമ്പൻസേഷൻ പെൻഷൻ എന്താ സംഭവം? ഒരു തസ്തിക നിർത്തലാക്കുന്നു. ആ തസ്തിക നിർത്തലാക്കുമ്പോൾ ആ തസ്തികയിലിരിക്കുന്ന ജീവനക്കാരന് വേണമെങ്കിൽ സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്നതോ ആയ ഒരു തസ്തികയിലേക്ക് മാറാം. മാറും തയ്യാറില്ലെങ്കിൽ എന്ത് ചെയ്യാം? മാറാൻ തയ്യാറില്ലെങ്കിൽ എന്ത് ചെയ്യാം? കോമ്പൻസേഷൻ പെൻഷനിൽ റിട്ടയർ ചെയ്യാം. കോമ്പൻസേഷൻ പെൻഷനിൽ റിട്ടയർ ചെയ്യാം. അങ്ങനെ കോമ്പൻസേഷൻ പെൻഷൻ റിട്ടയർ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് എങ്കിൽ അയാൾക്ക് അനുവദിക്കുന്ന പെൻഷന്റെ പേരാണ് കോമ്പൻസേഷൻ പെൻഷൻ. ക്ലിയർ ആയോ? ഇനി എന്താണ് ഇൻവാലിഡ് പെൻഷൻ? ഒരു ഗവൺമെന്റ് ജീവനക്കാരനെ സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നു ഇദ്ദേഹത്തിന് ഒരു മാറാവ്യാധി പിടിപെട്ടതാണ്. ഇദ്ദേഹത്തിന്റെ അസുഖം ഭേദാവൂല. ശരി, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡേറ്റ് മുതൽ ഇദ്ദേഹം ഇൻവാലിഡ് പെൻഷനിൽ പിരിയണം. ഒരു സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നു എന്ത്? ഇദ്ദേഹത്തെ പരിശോധിച്ചപ്പോ ഇദ്ദേഹത്തിന് ജോലിയിൽ തുടരാൻ പറ്റാത്ത വിധം സ്ഥിരമായി ഇദ്ദേഹം ഇൻവാലിഡ് ആണ്. ഇദ്ദേഹം ഒരിക്കലും ഇനി ഫിറ്റ് ആവില്ല എന്ന് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഇൻവാലിഡ് പെൻഷനിൽ പിരിയണം. അങ്ങനെ രോഗം മൂലം സർവീസിൽ നിന്ന് പെൻഷനിൽ പിരിയുന്നവർക്ക് നൽകുന്ന പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ. ക്ലിയർ? ഇപ്പൊ രണ്ട് ടേം നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് കോമ്പൻസേഷൻ പെൻഷൻ, രണ്ടാമത്തത് ഇൻവാലിഡ് പെൻഷൻ. എന്താ കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ? തസ്തിക നിർത്തലാക്കുന്നു. തസ്തിക നിർത്തലാക്കുന്നതിനു പകരം മറ്റൊരു ജോലി സ്വീകരിക്കാതെ പെൻഷനിൽ പിരിയാൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന പെൻഷന്റെ പേര് കോമ്പൻസേഷൻ പെൻഷൻ. എന്താ ഇൻവാലിഡ് പെൻഷൻ? ഒരാള് അയോഗ്യനാണെന്ന് സർവീസിൽ തുടരാൻ പെർമനന്റ്ലി ഇൻകേപ്പബിൾ ആണെന്ന് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നു. അയാൾക്ക് അനുവദിക്കുന്ന പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ. മ്യൂട്ടാവൂ. ആരാണ്? യെസ്, മ്യൂട്ടായി. അപ്പോൾ ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ കോമ്പൻസേഷനിൽ പിരിയുന്നു, കോമ്പൻസേഷൻ പെൻഷൻ വാങ്ങി പിരിയുന്നു, അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷൻ വാങ്ങി പിരിയുന്നു. പിന്നീട് അദ്ദേഹത്തെ ഒരു റീ എംപ്ലോയി ആയി വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കുന്നു. കോമ്പൻസേഷൻ പെൻഷൻ പിരിഞ്ഞു, അയാൾക്ക് മറ്റൊരു ജോലി കിട്ടി, PSC മുഖേന മറ്റൊരു ജോലി കിട്ടി. തിരിച്ചു വന്നൂടെ? സർവീസിലേക്ക് തിരിച്ചു വന്നൂടെ? വരാവോ ഇല്ലേ? പറയൂ. തിരിച്ചു വരാം. ഒരാൾ കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞു, പിന്നീട് അയാൾക്ക് ഒരു PSC വഴി മറ്റൊരു ജോലിയിലേക്ക് തിരിച്ചു വരാം. അതേപോലെ ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹത്തിന്റെ രോഗം ഭേദാവില്ല എന്നാണ് വിചാരിച്ചത്.
ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞു. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ രോഗം അങ്ങ് ഭേദമായി. അയാൾക്ക് മറ്റൊരു PSC വഴി വീണ്ടും സർവീസിൽ വരാം. അങ്ങനെ വീണ്ടും സർവീസിൽ വന്നു, റീ എംപ്ലോയി ആയി തിരിച്ചു വന്നു. കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞ ആൾ അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞ ആൾ വീണ്ടും റീ എംപ്ലോയി ആയി തിരിച്ചു വരുന്നു. എങ്കിൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ അവർ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ, ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഇവർ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ, ഇവർക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി ഇവർ തിരിച്ചടയ്ക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഹിസ് പാസ്റ്റ് സർവീസ് കോമ്പൻസേഷൻ പിരിയുന്നതിന് മുമ്പ്, ഇൻവാലിഡ് പെൻഷൻ പിരിയുന്നതിന് മുമ്പുള്ള ഇദ്ദേഹത്തിന്റെ ഹിസ് പാസ്റ്റ് സർവീസ് thereby becoming pensionable. എന്താ എങ്കിൽ അത് പെൻഷന് പരിഗണിക്കും. ഇയാളുടെ അൾട്ടിമേറ്റ് റിട്ടയർമെന്റിൽ നേരത്തെ ഈ കോമ്പൻസേഷൻ പെൻഷന് മുമ്പേ ഉള്ള, ഇൻവാലിഡ് പെൻഷന് മുമ്പേ ഉള്ള സർവീസ് അദ്ദേഹത്തിന്റെ പെൻഷന് പരിഗണിക്കും. ഹിസ് പാസ്റ്റ് സർവീസ് thereby becoming pensionable. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ടുവേർഡ്സ് ലീവ്, നേരത്തെയുള്ള ഇദ്ദേഹത്തിന്റെ സർവീസ് ലീവിനും പരിഗണിക്കും. ഇത്രയുള്ളൂ. ഒരിക്കൽ കൂടെ നോക്കാം. ഒരാള് കോമ്പൻസേഷൻ പെൻഷനിൽ പിരിയുന്നു അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പിരിയുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവര് റീ എംപ്ലോയി ആയി തിരിച്ചു വരുന്നു. വരാൻ കഴിയും. റീ എംപ്ലോയി ആയി തിരിച്ചു വരുന്നു. ശരി, ഇവർക്ക് ഇവരുടെ പാസ്റ്റ് സർവീസ് പെൻഷനും ലീവിനും പരിഗണിക്കണമെങ്കിൽ ഇവരുടെ പെൻഷൻ വേണ്ടെന്ന് വെക്കണം, ഇവർക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി മുഴുവനായും തിരിച്ചടയ്ക്കണം. അങ്ങനെ ഇതിന് തയ്യാറാവുകയാണെങ്കിൽ, ഇവരുടെ ഗ്രാറ്റുവിറ്റി തിരിച്ചടയ്ക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇവരുടെ പെൻഷൻ, നേരത്തെയുള്ള കോമ്പൻസേഷൻ പെൻഷൻ, ഇൻവാലിഡ് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പറയൂ. ഹിസ് പാസ്റ്റ് സർവീസ് thereby becoming pensionable. അതാണ് ഹിസ് പാസ്റ്റ് സർവീസ് thereby becoming pensionable. പറഞ്ഞു പഠിക്കണം. ഹിസ് പാസ്റ്റ് സർവീസ് thereby becoming pensionable. ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് പെൻഷന് പരിഗണിക്കും. തീർന്നോ? ഇല്ല. കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ടുവേർഡ്സ് ലീവ്. ഇപ്പൊ ക്ലിയർ ആയോ? പറയും. പറയൂ. ക്ലിയർ ആയി. സർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. പറഞ്ഞോളൂ. ഇതിനൊക്കെ മിനിമം സർവീസ് വേണമെന്നുണ്ടോ, ഈ കോമ്പൻസേഷൻ ഇൻവാലിഡിനൊക്കെ? ഇല്ല, മിനിമം സർവീസ് ഇല്ല. ശരി, അപ്പൊ എല്ലാവർക്കും വ്യക്തമായി. റെഡി? പറയൂ, എന്താന്നും പറയാത്തത്? ഓക്കെ സർ. ഇനി 63B ആണ്. റീ എംപ്ലോയി ആയി കയറുന്നത് ആ സെയിം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വേണം, അതെ വേറെ എക്സാം എഴുതിയിട്ടേ പറ്റും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് സർവീസിൽ വീണ്ടും അദ്ദേഹം തിരിച്ചു കയറുകയാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ശരി, അദ്ദേഹത്തിന്റെ പെൻഷൻ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ, അവരുടെ DCRG അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി അവർ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അവരുടെ പാസ്റ്റ് സർവീസ് പെൻഷന് പരിഗണിക്കും, അതോടൊപ്പം ലീവിനും പരിഗണിക്കും. വേറെ എക്സാം എഴുതി മാത്രമല്ല തിരിച്ചു കയറാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. ഓക്കെ. ജസ്ന ഇനി അടുത്തത് നോക്കിയേ 63B. An officer who is dismissed or removed from public service. ഒരു ഓഫീസറെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു അല്ലെങ്കിൽ റിമൂവ് ചെയ്തു. ഒരു ഓഫീസറെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു അല്ലെങ്കിൽ റിമൂവ് ചെയ്തു. പക്ഷേ അയാൾ വെറുതെ ഇരിക്കുമോ സർവീസ് ജോലി പോയാൽ? അയാൾ അപ്പീൽ ചെയ്തു, അല്ലെങ്കിൽ റിവിഷൻ കൊടുത്തു, അല്ലെ കോടതി പോയി, അയാള് തിരികെ സർവീസിൽ തിരിച്ചു വരാനുള്ള റീസ്റ്റേറ്റ് ചെയ്യാനുള്ള ഉത്തരവ് വാങ്ങിച്ചു വന്നു എങ്കിൽ അദ്ദേഹത്തെ പിരിച്ചു വിടുന്നതിന് മുമ്പുള്ള സർവീസ് ഹീസ് എൻറ്റൈറ്റിൽഡ് ടു കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ഫോർ ലീവ്. ഇദ്ദേഹത്തിന്റെ ഫോർമർ സർവീസ് ലീവിന് പരിഗണിക്കും. സംഭവം എന്താ? ഒരു ജീവനക്കാരനെ സർവീസിന് ഡിസ്മിസ് ചെയ്തു അല്ലെ റിമൂവ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹം അപ്പീലിൽ പോയി അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഉത്തരവ് വാങ്ങിച്ചു വന്നു. വീണ്ടും പിരിച്ചുവിട്ട ആളെ വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവുമായി വന്നു എങ്കിൽ ഹീസ് എൻറ്റൈറ്റിൽഡ് ടു കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ഫോർ ലീവ്. ഈസ് എൻറ്റൈറ്റിൽഡ് ടു കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ഫോർ ലീവ്. ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ്, ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പുള്ള സർവീസ്, റിമൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള സർവീസ് ലീവിന് പരിഗണിക്കും. മ്യൂട്ടായിട്ട് പറയൂ. ഇനി റൂൾ 63 നോട്ടാണ്. റൂൾ 63 നോട്ട്. ഒരാള് സർവീസിൽ നിന്ന് സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞു. അപ്പൊ എന്താ സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ? 56 വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ദാറ്റ് ഈസ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. അതല്ലെങ്കിൽ റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞു. ദാറ്റ് മീൻസ് വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചു. ഒരാള് സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞു. എന്താ സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ? 56 വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താൽ അയാൾക്ക് അനുവദിക്കുന്ന പെൻഷനാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. വാട്ട് ഈസ് റിട്ടയറിംഗ് പെൻഷൻ? വോളണ്ടറി റിട്ടയർമെന്റ്, അതറിയാലോ. വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചു. ഇങ്ങനെ സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിയുന്നവർ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങുന്നവരെ സാധാരണഗതിയിൽ റീ എംപ്ലോയി ആയി സർവീസിൽ പ്രവേശിപ്പിക്കാറില്ല. അങ്ങനെ റീ എംപ്ലോയി ആയി ഇവരെ സർവീസ് പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് ചില എക്സെപ്ഷണൽ കേസിൽ മാത്രമാണ്. 56 വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളെ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ച ഒരു വ്യക്തിയെ റീ എംപ്ലോയി ആയി വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണ്? എക്സെപ്ഷണൽ കേസാണ്. ഇറ്റ് ഈസ് എൻ എക്സെപ്ഷണൽ. അങ്ങനെ നിയമിച്ചാൽ അതൊരു ടെമ്പററി എക്സ്പീഡിയന്റ് മാത്രമായിരിക്കും. ദാറ്റ് മീൻസ് ഒരു താൽക്കാലിക സംവിധാനം മാത്രമായിരിക്കും. നേരത്തെ സൂപ്പർ ആനുവേഷൻ പെൻഷൻ നേരത്തെ ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞത് അതല്ലെങ്കിൽ കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞതുപോലെ അവർക്ക് വീണ്ടും സർവീസിൽ വരാൻ കഴിയില്ല. സൂപ്പർ ആനുവേഷൻ പെൻഷൻ പിരിയുന്നവർക്കും റിട്ടയറിംഗ് പെൻഷൻ പിരിയുന്നവർക്കും നേരത്തെ ആരുടെ കേസ് പറഞ്ഞതുപോലെ, കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞവരുടെ കേസ് പറഞ്ഞതുപോലെ, ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞവരുടെ കേസ് പറഞ്ഞതുപോലെ ഇവർക്ക് പെർമനന്റായി ഒരു തസ്തികയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇവരെ റീ എംപ്ലോയി ആയി പുനഃപ്രവേശിപ്പിക്കുന്നത് എക്സെപ്ഷണൽ കേസ് മാത്രമാണ്. പിന്നെ അത് എന്തു മാത്രമായിരിക്കും? ഒരു ടെമ്പററി എക്സ്പീഡിയന്റ് മാത്രമായിരിക്കും.
ഒരു താൽക്കാലിക സംവിധാനം മാത്രമായിരിക്കും. എന്ന് പറഞ്ഞാൽ സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവർ അല്ലെങ്കിൽ റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവർ റീ എംപ്ലോയി ആയി വരുന്നത് അവർക്ക് ഇതൊരു ടെമ്പററി സംവിധാനം മാത്രമായിരിക്കും. They are treated as temporary employees. അപ്പൊ ഇവര് പെർമനന്റ് ഓഫീസർമാർ അല്ലാത്തത് കൊണ്ട് ഇവരെ ടെമ്പററി എംപ്ലോയി ആയി മാത്രമേ പരിഗണിക്കൂ. അതുകൊണ്ട് തന്നെ ടെമ്പററി എംപ്ലോയീസിനുള്ള ലീവിന് മാത്രമേ, അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവിന് മാത്രമേ ഇവർക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. നേരത്തെ എഴുതി വെച്ചിട്ടില്ലേ അപ്പൻഡിക്സ് 8 എന്താണ്? ലിമിറ്റഡ് പീരീഡ്. ആ ലിമിറ്റഡ് പീരീഡിലേക്ക് ടെമ്പററി ആയി നിയമിക്കപ്പെട്ടവർക്കുള്ള ലീവ് റൂൾസ് ആണ് അപ്പൻഡിക്സ് 8. അപ്പം അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവിന് മാത്രമേ ടെമ്പററി ആയി നിയമിക്കപ്പെടുന്നവർക്ക് അർഹതയുള്ളൂ. സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവർ, റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവർ, അവരെ റീ എംപ്ലോയിഡ് പെൻഷനറായി വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവന്നാൽ എന്തായി മാത്രമേ കണക്കാക്കൂ? ഒരു ടെമ്പററി നിയമനമായി മാത്രമേ കണക്കാക്കൂ. ഇവരുടെ നിയമനം ടെമ്പററി ആയതുകൊണ്ട് തന്നെ പറയൂ, ഇവരുടെ നിയമനം ടെമ്പററി ആയതുകൊണ്ട് തന്നെ അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവിന് മാത്രമേ ഇവർക്ക് അർഹതയുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, റൂൾ 61 മുതൽ 124 വരെയുള്ള ലീവിനൊന്നും ഇവർക്ക് അർഹതയില്ല. ഇവർക്ക് അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ടെമ്പററി ജീവനക്കാർക്ക് അനുവദിക്കുന്ന ലീവിന് മാത്രമേ അർഹതയുള്ളൂ. എന്താ സാർ അങ്ങനെ തിരിച്ചു വരാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പിന്നെ സൂപ്പർ ആനുവേഷൻ പിന്നെ ഇതിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ സർവീസിൽ? സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ, റിട്ടയറിംഗ് പെൻഷനിൽ ചില എക്സെപ്ഷണൽ കേസിൽ വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവരും. ചില സ്കേഴ്സിറ്റി ഉള്ള തസ്തികയിൽ ഒരു ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ സൂപ്പർ ആനുവേഷൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തില്ല, റീ എംപ്ലോയിഡ് പെൻഷനായിട്ട് വിളിച്ചു കൊണ്ടുവരില്ല. മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ചിലപ്പോൾ എന്ത് ചെയ്യും, റീ എംപ്ലോയിഡ് പെൻഷനറായി തിരിച്ചു വിളിച്ചു കൊണ്ടുവരും. പക്ഷെ അതെന്തു മാത്രമാണ്? എക്സെപ്ഷണൽ കേസാണ്. അതൊരു ടെമ്പററി. സാറ് ഒരു സംശയം ചോദിക്കട്ടെ? ഒരു സെക്കൻഡ്. അതൊരു എക്സെപ്ഷണൽ കേസാണ്, ഒരു ടെമ്പററി കൂടിയാണ്. ശരി. ഇങ്ങനെ സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവരെ, റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവരെ റീ എംപ്ലോയിഡ് പെൻഷനറായി തിരിച്ചു കൊണ്ടുവന്നാൽ അവരെന്തായി കണക്കാക്കും? ടെമ്പററി ജീവനക്കാരായി. അങ്ങനെ ടെമ്പററി ജീവനക്കാരായത് കൊണ്ട് തന്നെ ഇവർക്ക് ഏത് ലീവിന് മാത്രമേ അർഹതയുള്ളൂ? ടെമ്പററി ലീവ്. അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവിന് മാത്രമേ അർഹതയുള്ളൂ. അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവ് ആർക്കാണ്? ടെമ്പററി ജീവനക്കാർക്കുള്ളതാണ്. ഒരു കാര്യം സംശയം സാർ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ഓർഡർ ഇറങ്ങിയില്ലായിരുന്നോ ഈ റിട്ടയർ ചെയ്തവർക്ക് ഡെയിലി വേജസിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞത്? അങ്ങനെയാണ്? യാതൊരു ബന്ധവുമില്ല. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഓക്കെ. സാറേ, ഓ, ഈ സൂപ്പർനേഷൻ പീരീഡിൽ കഴിഞ്ഞാല് ഇപ്പം ഡിസംബറിൽ സൂപ്പർനേഷൻ പീരീഡ് തുടങ്ങുക വിചാരിക്കോ? ജനുവരി, ഫെബ്രുവരി, മാർച്ച് എല്ലാം. ഡിസംബറില് ഡേറ്റ് ഓഫ് ബർത്ത് പൂർത്തിയായാൽ ബാക്കിയുള്ള മാസങ്ങളിൽ സൂപ്പർനേഷൻ പീരീഡ് അല്ലേ? അല്ല. ടീച്ചേഴ്സിന് ഒരാളുടെ
സൂപ്പർ ആനുവേഷൻ അത് നമ്മൾ തെറ്റായി പറയുന്നതാണ്. ഒരാൾക്ക് 56 വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിന്റെ അവസാന ദിവസം അന്ന് അയാൾ സൂപ്പർ ആനുവേഷനിൽ പിരിയണം എന്ന് പറഞ്ഞാൽ 56 വയസ്സ് പൂർത്തിയായ മാസത്തിന്റെ അവസാന ദിവസം അദ്ദേഹം സൂപ്പർ ആനുവേഷനിൽ പിരിയണം. എന്നാൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാർച്ച് 31 വരെയും സർവീസിൽ തുടരാം. അത് സൂപ്പർ ആനുവേഷൻ പീരീഡ് നമ്മൾ തെറ്റിയിട്ട് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അതെന്താണ്? പീരീഡ് ആഫ്റ്റർ സൂപ്പർ ആനുവേഷൻ ആണ്. സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്ന ഡേറ്റ് എന്താണ്? 56 വയസ്സ് പൂർത്തിയാവുന്ന മാസത്തിന്റെ അവസാന ദിവസമാണ് സൂപ്പർ ആനുവേഷൻ ഡേറ്റ്. അതിന് ശേഷമുള്ള സർവീസ് എന്ന് പറയുന്നത് പീരീഡ് ആഫ്റ്റർ സൂപ്പർ ആനുവേഷൻ ആണ്. അപ്പൊ ഒരു ഇത് കൂടി ചോദിച്ചോട്ടെ. ആ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പെൻഷൻ നിർണയിക്കുന്നത് ഒരു 10 ശരാശരി 10 മാസത്തെ ശമ്പളത്തിന്റെ ബേസിക് പേ നോക്കിയാണ്. അപ്പം ഈ സൂപ്പർനേഷൻ അങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ ബാക്കി വരുന്ന ഇപ്പൊ ഒരാള് ജൂണിൽ കയറി വിചാരിച്ചോ, ജൂണിൽ കയറി മാർച്ച് വരെ ആകുമ്പോഴല്ലേ അവർക്കൊരു 10 മാസം ആകത്തുള്ളൂ ഏതെങ്കിലും ഒരു പ്രൊമോഷനിലൊക്കെ കയറിയാലേ. അപ്പൊ ആ തസ്തിക അനുസരിച്ചിട്ട് കിട്ടണമെങ്കിൽ ശരാശരി ഇപ്പം കിട്ടണമെങ്കിൽ മാർച്ച് വരെ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. അല്ല, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 56 വയസ്സ് പൂർത്തിയാവുന്ന മാസത്തിന്റെ അവസാനം. ദാറ്റ് മീൻസ് ഇയാളുടെ ഒക്ടോബർ മാസമാണ് ഇയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ഒക്ടോബർ 31 വരെയുള്ള സർവീസ് മാത്രമേ പരിഗണിക്കൂ. അപ്പൊ അതാ ചോദിച്ചത്. അപ്പൊ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ 5 മാസം അയാൾ പീരീഡ് ആഫ്റ്റർ സൂപ്പർ ആനുവേഷനിലാണ്. ആ സമയത്ത് പ്രൊമോഷൻ ഇല്ല, ഇൻക്രിമെന്റ് ഇല്ല, ഗ്രേഡ് ഇല്ല, ഒന്നുമില്ല. അതെ, നിലവിലുള്ള ശമ്പളം വാങ്ങി തുടരാമെന്ന് മാത്രം. തുടരുന്നല്ല സാറേ. അപ്പൊ അത് ഈ പെൻഷൻ എല്ലാം ഈ ശരാശരി 10 മാസം ഒക്ടോബർ 31 വരെയുള്ള സർവീസ് പരിഗണിച്ചാണ് പെൻഷൻ കൊടുക്കുക. അതെ അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ളത് അതുവരെയുള്ള 10 മാസേ കൂട്ടുള്ളൂ അല്ലെ. യെസ്. ഓക്കെ ഓക്കെ. അതറിയാൻ വേണ്ടിട്ടായിരുന്നു. താങ്ക് യു. ഇനി ഒരാൾ സർവീസ് നിന്ന് റിസൈൻ ചെയ്തു. അറിയാലോ, സർവീസ് നിന്ന് ഒരാൾ രാജിവെച്ചു. ഒരാൾ സർവീസ് നിന്ന് രാജിവെക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് മുഴുവൻ പോയി പോകും. സാറേ ഒരു മിനിറ്റ്. അപ്പൊ ടീച്ചേഴ്സിനും അത് ബാധക തന്നെയാ? എല്ലാവർക്കും ബാധകം. ഓക്കെ ഓക്കെ. ഒരാൾ സർവീസ് നിന്ന് റിസൈൻ ചെയ്തു. റൂൾ 63ന്റെ നോട്ട് 2 പറയുന്നത്. ഒരാൾ സർവീസ് നിന്ന് റിസൈൻ ചെയ്തു. എന്താണ് അതിന്റെ എഫക്റ്റ്? അയാളുടെ പാസ്റ്റ് സർവീസ് മുഴുവനും ഫോർഫീറ്റ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് പിന്നെ ഇല്ല, അയാൾ നേരത്തെ ജോലി ചെയ്ത ഒന്നും ബാക്കി നിൽക്കില്ല. റിസൈൻ ചെയ്യുന്നതോടുകൂടി അയാളുടെ പാസ്റ്റ് സർവീസ് മുഴുവൻ പോകും. കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ ഓഫ് ഡ്യൂട്ടി, അതായത് സർവീസ് ഭംഗത്തിന് കാരണമാകും. ഇന്ററപ്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. എന്നാൽ but the resignation to take up another employment does not constitute an interruption. എന്നാൽ മറ്റൊരു ജോലി സ്വീകരിക്കാൻ രാജിവെക്കുന്നത് എന്തായി കണക്കാക്കില്ല? ഒരു സർവീസ് ബ്രേക്കായി കണക്കാക്കില്ല. ഇറ്റ് ഡസന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. പറഞ്ഞു നോക്ക്. ഒരാൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു. സർവീസിന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് മുഴുവനും നഷ്ടപ്പെടും. എന്നാൽ റെസിഗ്നേഷൻ ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. റെസിഗ്നേഷൻ ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. ഒരാൾ മറ്റൊരു ജോലി സ്വീകരിക്കാൻ വേണ്ടി രാജിവെച്ചാൽ അതൊരു സർവീസ് ഭംഗമായി കണക്കാക്കില്ല. ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. സാർ ഒരു ഡൗട്ട്. സാർ, റെസിഗ്നേഷനും VRS തമ്മിൽ എന്തൊക്കെയാണ്? റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സർവീസ് ആനുകൂല്യം അയാൾക്ക് ഉണ്ടാവില്ല. VRS വോളണ്ടറി റിട്ടയർമെന്റ്, അയാൾക്ക് പെൻഷൻ കിട്ടും. ഞാൻ റിസൈൻ ചെയ്ത് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ എന്തായി? പിന്നെ അയാൾ സർവീസ് ചെയ്തതായിട്ടുള്ള ഒരു രേഖയും പിന്നില്ല.
അല്ല, ഒരു വ്യക്തി ഇപ്പൊ VRS എടുക്കണമെങ്കിൽ മിനിമം ഇത്ര വർഷം എന്നുണ്ടല്ലേ? 20 വർഷത്തെ സർവീസ് വേണം. ഓ, അപ്പൊ അതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ റിസൈൻ ചെയ്യണം അല്ലേ? അതിന് മുന്നേ പോകണമെങ്കിൽ റെസിഗ്നേഷൻ നടത്തണം. ഓക്കെ. അല്ലെങ്കിൽ എന്ത് വേണം? ഇൻവാലിഡ് പെൻഷനിൽ പിരിയണം. ഒരു സിവിൽ സർജൻ പറയാണ് ഇയാള് പെർമനന്റ്ലി ഇൻകേപ്പബിൾ ആണ്, സർവീസ് തുടരാൻ പറ്റില്ല എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ അത് വരെയുള്ള സർവീസ് പരിഗണിച്ച് 5 വർഷത്തെ സർവീസ് ഫ്രീ ആയും കിട്ടും, നമുക്ക് ഇൻവാലിഡ് പെൻഷനിൽ പോവാം. അല്ലെങ്കിൽ എന്ത് വേണം? റിസൈൻ ചെയ്യണം. റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റ് സർവീസ് മുഴുവൻ പോവും, പിന്നെ ഒന്നും കിട്ടില്ല, ഒരു സംഗതിയും കിട്ടില്ല. അപ്പൊ റൂൾ 63 നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഒരു ഇച്ചിരി വലിയ റൂളാണ്. ഒരു ഡൗട്ട് പറഞ്ഞോട്ടെ. പറഞ്ഞു. അതിപ്പോ ഒരു വേറൊരു ജോലി കിട്ടിയിട്ട് മുൻപുള്ള ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ സർവീസ് ബ്രേക്ക് ആവില്ല എന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പോ മുൻപുള്ള ജോലി 1 വർഷമെങ്കിലും ഉണ്ടെങ്കിൽ സർവീസ് ബ്രേക്ക് ആവാതിരിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. 3 മാസം ജോലി ചെയ്യുമ്പോഴാണ് മറ്റൊരു അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടിയത്. ഇവിടുന്ന് റിസൈൻ ചെയ്ത് അതിൽ ചേർന്നാൽ ഈ 3 മാസത്തെ സർവീസും കൂട്ടി നിങ്ങൾക്ക് ലീവും മറ്റാനുകൂല്യങ്ങളൊക്കെ കിട്ടും. പോയൊരു 8 മാസം ഇരുന്നു, എന്നിട്ട് ക്ലർക്കിന്റെ പോസ്റ്റ് വന്നപ്പോ അതിലേക്ക് മാറി. രണ്ടും സെയിം ഡിപ്പാർട്ട്മെന്റ് തന്നെ കിട്ടി. പക്ഷേ പഴയ 8 മാസത്തെ സർവീസ് വെച്ച് നിങ്ങൾക്ക് ലീവും മറ്റാനുകൂല്യങ്ങളും കിട്ടും. പ്രൊബേഷന് പരിഗണിക്കൂ സർ? അതില്ല, ഓക്കെ ഓക്കെ, പ്രൊബേഷന് പരിഗണിക്കില്ല. ഇവിടെ പറഞ്ഞ എന്താണ്? ആ സർവീസ് നിങ്ങൾക്ക് ഇന്ററപ്ഷനായി കണക്കാക്കില്ല, നിങ്ങളുടെ ലീവിന് പരിഗണിക്കും. ലീവിനെ കുറിച്ചല്ലേ പറയുന്നത്. ഓക്കെ സാർ, താങ്ക് യു. സാറേ, ഒരു ഡൗട്ട്. ഇപ്പൊ എയ്ഡഡ് സർവീസ് എയ്ഡഡ് വെച്ച് പറയരുത്, എയ്ഡഡ് വെച്ച് ഇത് ആലോചിക്കരുത്. എല്ലാവരും ആ സർവീസിൽ നിന്ന് ഗവൺമെന്റ് സർവീസിലേക്ക് വന്നു. അപ്പം പെൻഷൻ ഈ എയ്ഡഡ് സർവീസിലെ ബ്രോക്കൺ സർവീസ് കൂട്ടുവോ? ഇല്ല, പെൻഷന് ബ്രോക്കൺ സർവീസ് പരിഗണിക്കില്ല. പക്ഷെ ഗ്രേഡിന് പരിഗണിക്കുന്നുണ്ടല്ലോ. ഗ്രേഡിന് പരിഗണിക്കുക, അത് ഗ്രേഡിന്റെ റൂള്. പക്ഷെ പെൻഷൻ റൂൾ അനുസരിച്ച് അത് പരിഗണിക്കില്ല എന്ന് ചാപ്റ്റർ KSRലെ പാർട്ട് 3 പെൻഷനിലെ റൂൾ 14E ഭേദഗതി ചെയ്തതോടുകൂടി ബ്രോക്കൺ പീരീഡ് ഓഫ് സർവീസ് പെൻഷന് പരിഗണിക്കാതെ വന്നു. ശരി, അപ്പൊ നമുക്ക് റൂൾ 63 ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒരു ജീവനക്കാരൻ കോമ്പൻസേഷൻ പെൻഷനിൽ പിരിഞ്ഞു, അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പിരിഞ്ഞു. അദ്ദേഹത്തെ വീണ്ടും എംപ്ലോയി ആയി സർവീസിൽ പ്രവേശിപ്പിച്ചാൽ അയാൾ പെൻഷൻ വേണ്ടെന്ന് വെക്കുകയും ഗ്രാറ്റുവിറ്റി തിരിച്ചടയ്ക്കുകയും ചെയ്താൽ അയാളുടെ അൾട്ടിമേറ്റ് റിട്ടയർമെന്റിൽ, ദാറ്റ് മീൻസ് 56 വയസ്സ് പൂർത്തിയായി റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല സർവീസ് പെൻഷന് പരിഗണിക്കും. അതോടൊപ്പം കൗണ്ട് ഹിസ് ഫോർമർ സർവീസ് ടുവേർഡ്സ് ലീവിന് പരിഗണിക്കും. അത് വ്യക്തമായോ? നിങ്ങളെ നോട്ടില് ആ പോയിന്റ് മലയാളത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അടുത്തത്, ഒരു ജീവനക്കാരനെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു അല്ലെങ്കിൽ റിമൂവ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് ലീവിന് പരിഗണിക്കും. An officer who is dismissed or removed from public service but is reinstated on appeal or revision is entitled to count his former service for leave. Okay. ഇനി അടുത്തത്, സൂപ്പർ ആനുവേഷൻ പെൻഷനിൽ പിരിയുന്നവരെ, റിട്ടയറിംഗ് പെൻഷനിൽ പിരിയുന്നവരെ എംപ്ലോയി ആയി സർവീസിൽ പ്രവേശിപ്പിക്കുന്നത് എക്സെപ്ഷണൽ കേസാണ്. അതൊരു ടെമ്പററി എക്സ്പീരിയന്റ് മാത്രമാണ്.
അങ്ങനെ സൂപ്പർ ആനുവേഷൻ പെൻഷൻ പിരിഞ്ഞവര്, റിട്ടയറിംഗ് പെൻഷനെ പിരിഞ്ഞവര് ഒരു എക്സെപ്ഷണൽ കേസിൽ റീ എംപ്ലോയി ആയി സർവീസിൽ പ്രവേശിപ്പിച്ചാൽ അവരെ ടെമ്പററി ആയി മാത്രമേ കണക്കാക്കൂ. ടെമ്പററി ജീവനക്കാരായി മാത്രമേ അവരെ കണക്കാക്കൂ. അതുകൊണ്ട് തന്നെ അവർ ടെമ്പററി ആയി കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ടെമ്പററി ജീവനക്കാർക്ക് അർഹതയുള്ള ലീവ്, ദാറ്റ് മീൻസ് അപ്പൻഡിക്സ് 8 പ്രകാരമുള്ള ലീവിന് മാത്രമേ ഇത്തരം ജീവനക്കാർക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തത് റൂൾ 63 നോട്ട് 2 ഒരാൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ റിസൈൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ജോലി കിട്ടിയാൽ പോലും അതൊരു ഫോർഫീച്ചറായി കണക്കാക്കും. ഫോർഫീച്ചർ ഓഫ് പാസ്റ്റ് സർവീസ്. പാസ്റ്റ് സർവീസ് മുഴുവൻ നഷ്ടം. ഞാൻ വ്യക്തിപരമായ ആവശ്യാർത്ഥം സർവീസിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു എന്ന് ലെറ്റർ കൊടുത്തു. അതിന്റെ പിറ്റേ ദിവസം മറ്റൊരു ജോലി കിട്ടി. അയാളുടെ പാസ്റ്റ് സർവീസ് പോയത് തന്നെ. അല്ലെ, എന്ത് വേണമായിരുന്നു? എനിക്ക് മറ്റൊരു ജോലി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, മറ്റൊരു ജോലി എടുക്കാൻ വേണ്ടിയാണ് റിസൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ് ഡസൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. അതൊരു സർവീസ് ബ്രേക്കായി കണക്കാക്കില്ല. ഇയാളുടെ ലീവിന് വേണ്ടി പരിഗണിക്കുമായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം നോക്കിയേ. ഇഫ് an officer who quits public service on compensation or invalid pension or gratuity is re-employed and of his gratuity is thereupon refunded or his pension held wholly in abeyance, his past service പറഞ്ഞോളൂ. counts for pension. കൗണ്ട് ഫോർ പെൻഷൻ. ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് പെൻഷന് പരിഗണിക്കും. ഇഫ് ആൻ ഓഫീസർ who quits public service on compensation or invalid pension or gratuity is re-employed and his gratuity is thereupon refunded or his pension held wholly in abeyance, his past service count for pension. Okay. അടുത്ത ചോദ്യം നോക്കൂ. The re-employment of a person who has retired on superannuation or retiring pension is generally an exceptional and temporary expedient. സൂപ്പറാനുവേഷൻ പെൻഷനിൽ പിരിഞ്ഞവരെ, റിട്ടയറിംഗ് പെൻഷനിൽ പിരിഞ്ഞവരെ തിരികെ സർവീസിൽ കൊണ്ടുവരിക എന്നുള്ളത് എക്സെപ്ഷണൽ കേസാണ്. അതൊരു ടെമ്പററി എക്സ്പീഡിയന്റ് ആണ്. അത്തരം കേസുകളിൽ, in such cases, the service of the re-employed pensioner should be regarded as temporary. And his leave during the period of re-employment regulated by the rules in Appendix 8. Appendix 8. Next question. Resignation to take up another appointment. Resignation Does not constitute an interruption. Does not constitute an interruption. Resignation to take up another appointment. Does not constitute an Does not interruption. constitute an A ആണോ ബി ആണോ പറയും? A. മറ്റൊരു ജോലി സ്വീകരിക്കാൻ രാജിവെക്കുന്നത് A ആണ്. Yeah. yes doesn't constitute an interruption. അതൊരു സർവീസ് ബ്രേക്കായി കണക്കാക്കില്ല. ഒരിക്കൽ കൂടെ. The re-employment of a person who has retired on superannuation or retiring pension is generally an exceptional and temporary expedient. In such cases, service of the re-employed pensioner
should be regarded as temporary and his leave during the period of re-employment regulated by the rule in പറയൂ. Appendix Appendix 8. Resignation of public service, even though it is followed immediately by re-employment. എന്താ സംഭവം? Resignation of public service. as an interruption of duty. Resignation of public service, even though it is followed immediately by re-employment. ഒരാൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തു, എങ്ങനെ? മറ്റൊരു ജോലി സ്വീകരിക്കാനെന്ന് പറഞ്ഞില്ല. അതിവിടെ പറഞ്ഞോ? നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞില്ലേ? റെസിഗ്നേഷൻ ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ്. കുഴപ്പമില്ല. ഇവിടെ എന്ത് പറഞ്ഞില്ല? റെസിഗ്നേഷൻ ടു ടേക്ക് അനദർ അപ്പോയിന്റ്മെന്റ് പറഞ്ഞില്ല. റെസിഗ്നേഷൻ ഓഫ് പബ്ലിക് സർവീസ് വിട്ടുപോയി എന്ന് മാത്രമല്ല, അതിന്റെ തുടർച്ചയായ അയാൾ ഒരു ബ്രേക്ക് ഇല്ലാതെ മറ്റൊരു ജോലിയിലേക്ക് വന്നാൽ പോലും എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് മുഴുവൻ നഷ്ടാവും. മാത്രോ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇന്ററപ്ഷൻ ഓഫ് ഡ്യൂട്ടി, സർവീസ് ഭംഗം വന്നതായി കണക്കാക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Terminal surrender of EL is not permissible in which of the following cases? താഴെ പറയുന്നതിൽ ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവ് ടെർമിനൽ സറണ്ടർ ചെയ്യാൻ അനുവദിക്കില്ല. ഏത് കേസിൽ? റെസിഗ്നേഷൻ ചെയ്ത കേസിൽ ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ അനുവദിക്കില്ല. എന്തുകൊണ്ടാ? ഇദ്ദേഹത്തിന്റെ സർവീസ് ഫോർഫീറ്റ് ചെയ്യപ്പെടുന്നതല്ലേ? ഇയാള് റെസിഗ്നേഷൻ ലെറ്റർ എഴുതിയോടുകൂടി ഇദ്ദേഹത്തിന്റെ സർവീസ് ഒക്കെ പോയി. സർവീസ് ഇല്ലാണ്ട് ലീവ് ഉണ്ടാവുമോ? സർവീസ് ഒക്കെ പോകുമ്പോൾ ലീവ് മാത്രം, ഏൺ ലീവ് മാത്രം അവിടെ ബാക്കി നിൽക്കുവോ? അതും കൂടെ പോവില്ലേ? അതുകൊണ്ടാണ് റിസൈൻ ചെയ്ത വ്യക്തികൾക്ക് എന്തില്ല എന്ന് പറയുന്നത്? ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ അനുവാദമില്ല എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യമാണ്. ഓക്കെ, അപ്പോ 63 റൂൾ 63 എല്ലാവർക്കും വ്യക്തമായോ? നോ ഡൗട്ട്. ചിലപ്പോ ഈ ഡേറ്റ് ഓഫ് ബർത്തിന് തന്നെ പിരിയുമ്പോ നമ്മൾ എന്ത് പെൻഷൻ എന്നാ പറയല്? ഇപ്പൊ സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയുന്നതാണോ പറയാ? എങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നമ്മൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആനുവേഷൻ പെൻഷൻ അല്ല, തന്നെയാണോ? ഒരാൾക്ക് 56 വയസ്സ് പൂർത്തിയായ മാസത്തിന്റെ അവസാനമല്ലാതെ ഒരാൾക്ക് റിട്ടയർ ചെയ്യാൻ കഴിയില്ലല്ലോ. അതല്ലെങ്കിൽ എന്ത് വേണം? വോളണ്ടറി റിട്ടയർമെന്റ് വേണം. അതും അല്ലെങ്കിൽ കോമ്പൻസേഷൻ, അതും അല്ലെങ്കിൽ ഇൻവാലിഡ് പെൻഷനിൽ പിരിയണം. അല്ലാതെ ഒരാൾക്ക് റിട്ടയർ ചെയ്ത് പോകാൻ കഴിയില്ലല്ലോ. അല്ല, ടേംസ് നമ്മൾ സാധാരണ റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ പോലെ റിട്ടയർ ചെയ്യുന്ന വിചാരിച്ചു. ഇപ്പോഴാണ് റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി റിട്ടയർമെന്റ് ആണ്. സാധാരണ 56 വയസ്സ് പൂർത്തിയായി പിരിയുന്നതിന് സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്നാണ് പറയുക. അങ്ങനെ ഒരുപാട് ടേം നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മളങ്ങ് മാറും. ചിലതുപോലെ മിനിമം പെൻഷൻ കിട്ടാൻ 10 വർഷം മതി എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതപ്പോ ഏത് കേസിലാ? അത് ഒരാൾ സർവീസിൽ വന്നു 10 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് അങ്ങ് 56 വയസ്സ് പൂർത്തിയായി പോകുന്നു. ലേറ്റായി സർവീസ് കയറി. അങ്ങനെയുള്ളവർക്ക് 10 വർഷം സർവീസ് ഉണ്ടെങ്കിൽ മിനിമം പെൻഷൻ കിട്ടും. സർ, ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1/6 ആണെങ്കിൽ
ആ മാസം 31/5 പിരിയണം. അതാണോ അല്ലാതെ ജൂൺ മാസം ഒന്നാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ഹതഭാഗ്യരെല്ലാം തൊട്ടു തലേ മാസം പിരിയണം. വൈകുന്നേരം പിരിയണം. തൊട്ടു തലേ മാസത്തെ അവസാന ദിവസം വൈകുന്നേരം പിരിയണം. 1-ാം തീയതി ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരെല്ലാം. ശരി, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പെൻഷൻ 1/6 സർ 1/6 ഇൻക്രിമെന്റ് ഡേറ്റ് ആണെങ്കിൽ അപ്പൊ അത് കൂട്ടുവോ പെൻഷന്? 31/5 റിട്ടയർ ചെയ്തെങ്കിൽ 1/6 ഇൻക്രിമെന്റ് ഡേറ്റ് എങ്കിൽ അങ്ങനൊരു അന്ന് സർവീസിലുള്ളതായി പരിഗണിച്ച് പെൻഷൻ ആനുകൂല്യത്തിന് കണക്കാക്കുവോ? സർ സ്റ്റക്കായി കേൾക്കുന്നില്ല. ഒന്നും കേൾക്കണില്ലല്ലോ. നമ്മള് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ജോയിൻ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എന്റെ ഫോണിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണെന്ന്. ക്ലാസ് കഴിഞ്ഞോ? കേക്കാണോ? സാറ് ലെഫ്റ്റ് ആയിരുന്നോ അല്ലേ? അതെ അതെ, സാറ് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. അറിയാതായതായിരിക്കും. ഓരോ ദിവസത്തെയും ക്ലാസ് കൃത്യമായി മനസ്സിലാക്കിയവര് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാല് പിന്നെ പറയുന്നവർക്ക് ഒന്നുകൂടി പഠിക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് ഒന്നുകൂടി വ്യക്താവും. ഇപ്പൊ ഒരു ടീച്ചർ ചോദിച്ചില്ലായിരുന്നു നമ്മുടെ 31/5 റിട്ടയർ ചെയ്തിട്ട് അതെ സർ. 1/6 ഇൻക്രിമെന്റ് കിട്ടുമെന്ന്. അപ്പൊ അങ്ങനെ കുറെ ഒരു കേസിനൊരു സർക്കാർ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഈയിടെ. പക്ഷെ അത് ഏത് മാസത്തില് നമുക്ക് 1-ാം തീയതി തരാനായിട്ടേ നമുക്കൊരു വർഷത്തെ സർവീസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇൻക്രിമെന്റ് കിട്ടുന്ന ദിവസം നമ്മൾ സർവീസ് ഇല്ല താനും. അപ്പം അത് കൂട്ടണമെന്നും പറഞ്ഞൊരു ഓർഡറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്നുള്ളതിനെ പറ്റി സാറ് വരുമ്പോൾ ചോദിക്കാം പ്രായോഗികമായിട്ട്. കാര്യം നമ്മുടെ 10 മാസത്തെ ആവറേജ് ഇല്ല പെൻഷൻ്റെ, അതിൻ്റെ അകത്ത് വരത്തില്ല, DCRGക്കകത്ത് വരത്തില്ല, പിന്നെ എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. 1/6 നമുക്ക് അതിൻ്റെ എഫക്റ്റ് വരുന്നത്, അല്ലെ ഏത് മാസമാണോ ആ മാസത്തെ 1-ാം തീയതി, അതിന് തലേ ദിവസം നമ്മൾ റിട്ടയർ ചെയ്യുമല്ലേ. അല്ല, അങ്ങനെ ഒരു സർക്കുലർ എന്തോ ഒന്ന് കണ്ടപ്പോൾ തോന്നി. സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് പേര് ഇങ്ങനെ കേസ് കൊടുത്തുകൊണ്ട് അതിനൊരു പരിഹാരമായിട്ട് സർക്കാർ ഇറക്കിയതല്ല, കോടതിയുടെ എന്തോ ഇടപെടലാന്ന് തോന്നുന്നു. അതോ ട്രിബ്യൂണലിൻ്റെ ആണെന്ന് തോന്നുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വിധിയാന്ന് തോന്നുന്നു. പെൻഷന് കൂട്ടണമെങ്കിൽ നമ്മൾ ഇപ്പൊ HM പോസ്റ്റിലാ കയറിയിട്ട് പിരിയുന്നെങ്കിൽ 10 മാസം HM പോസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ ശമ്പളം ശരാശരി കൂട്ടത്തുള്ളൂ അല്ലെ? അതല്ലേ അല്ല, നമുക്ക് അല്ല ടീച്ചർ, അങ്ങനെയല്ല. പെൻഷന് കൂട്ടുന്നത് സൂപ്പറാനുവേഷൻ ഡേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള അവസാനത്തെ 10 മാസത്തെ ബേസിക് പേ. അതന്നെ പറഞ്ഞത്. അതന്നെ ഇപ്പൊ നമ്മളിപ്പോ അല്ല, ഒരു ഫെബ്രുവരിയില് സൂപ്പറാനുവേഷൻ ആണെങ്കിലും നമ്മൾ മാർച്ച് വരെ ഉണ്ടല്ലോ. അപ്പം ഫെബ്രുവരി ഉള്ള 10 മാസം എടുക്കത്തുള്ളൂ.
അതന്നെയാ പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഒരു HM പ്രൊമോഷനിൽ നമ്മൾ ഒരു കൊല്ലത്തേക്ക് കയറുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ റിട്ടയർമെന്റ് ഡിസംബറിലാണെങ്കിൽ നമുക്ക് ഒരു വർഷം HMന്റെ ഇത് സാലറി കൗണ്ട് ചെയ്യത്തില്ലല്ലോ. ഇല്ല, അപ്പൊ ഡിസംബർ വരെയുള്ള കൂട്ടത്തുള്ളൂ. അപ്പൊ 7 അപ്പൊ മാസത്തെ ഡിസംബർ വരെയുള്ള ആകുമ്പോൾ HM ആയ ഡേറ്റ് ജൂൺ ആണെങ്കിൽ ജൂൺ ടു ഡിസംബറും, പിന്നെ പ്രൊമോട്ട് HM അല്ലാത്ത ടീച്ചറായത്തെ കാലയളവോട് വരും. അപ്പൊ അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുമോ? നല്ലതാണോ? സാർ എത്തിയിട്ടുണ്ട്. നെറ്റ് കട്ടായി പോയി. ഇപ്പൊ ശരി, നെറ്റ് കട്ടായതാണ്. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം സാർ. കേൾക്കാവോ സാറേ? കേൾക്കാം. ഓക്കെ ഓക്കെ. ഓ യെസ് യെസ് യെസ്, ഒരു സെക്കൻഡ്. ശരി, റൂൾ 64 പറയുന്നതിനിടയിലാണ് കട്ടായത്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. $180 ദിവസത്തിൽ കൂടുതലുള്ള LWA അനുവദിക്കേണ്ടതാരാണ്? ഗവൺമെന്റ്. 180 ദിവസത്തിൽ കൂടുതലുള്ള LWA അനുവദിക്കേണ്ടതാരാണ്? ഗവൺമെന്റ്. എന്നാൽ 180 ദിവസത്തിൽ കുറവുള്ള ലീവ്, 180 ദിവസത്തിൽ കുറവുള്ള LWA ആരാണ് അനുവദിക്കേണ്ടത് എന്ന് ഗവൺമെന്റ് പ്രത്യേകം ഉത്തരവിലൂടെ തീരുമാനിക്കും. ഒരിക്കൽ കൂടെ, 180 ദിവസത്തിൽ കൂടുതൽ LWA അനുവദിക്കണമെങ്കിൽ ഗവൺമെന്റ് ആണ് 180 ദിവസത്തിൽ കൂടുതലുള്ള LWA സാങ്ഷൻ ചെയ്യേണ്ടത്. 180 കുറവ് ലീവ് മാത്രമാണ് വേണ്ടതെങ്കിൽ, 180 കുറവ്, 180 അതിൽ കുറവോ LWA ആണ് വേണ്ടത് എങ്കിൽ അത് ആരനുവദിക്കണമെന്ന് ആര് തീരുമാനിക്കും? ഗവൺമെന്റ് തീരുമാനിക്കും. ഗവൺമെന്റ് മേ ഇഷ്യൂ ഓർഡേഴ്സ് സ്പെസിഫൈങ് ദ അതോറിറ്റി by whom leave other than leave without allowance exceeding a period of 180 days at a time may be granted. 180 താഴെ LWA അനുവദിക്കേണ്ടത് ആരാണെന്ന് ഗവൺമെന്റ് ഒരു ഉത്തരവിലൂടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്യും. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. LWA, head of the department. LWA up to 120 days. ആര്? LWA up to 120 days. Department of Head. Head of office. Head of the office. Head of the office. Head of the office. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെഡ് അല്ലേ? ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ല, ഹെഡ് ഓഫ് ഓഫീസ്, അങ്ങനെ തന്നെ പറയാം. ഹെഡ് ഓഫ് ദ ഓഫീസ്, ഹെഡ് ഓഫ് ദ ഓഫീസ്. ഇപ്പൊ ഒരു ടീച്ചർ കേസിലാണെങ്കിൽ ഒരു ടീച്ചർക്ക് 120 ദിവസം വരെ LWA വേണമെങ്കിൽ ആരനുവദിക്കും? Head of ഒരു ടീച്ചർക്ക് 120 ദിവസം വരെ LWA വേണമെങ്കിൽ ആരാ അനുവദിക്കുന്നത്? അവരുടെ ഹെഡ് ഓഫ് ദ ഓഫീസ്. ടീച്ചറുടെ ഹെഡ് ഓഫ് ദ ഓഫീസ് ആരാ?
പറയൂ. ടീച്ചറുടെ ഹെഡ് ഓഫ് ദ ഓഫീസ് ആരാ? HM. AEO ആണോ HO ആണോ? HM ആണ്. ഉറപ്പിച്ച് എന്താ ധൈര്യമില്ലാത്ത? നിങ്ങളുടെ സ്കൂളിലുള്ള ചെറിയൊരു റൂമാണെങ്കിൽ പോലും അതൊരു ഗവൺമെന്റ് ഓഫീസാണ്. പലർക്കും അത് ഒരു ഓഫീസാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പലർക്കും HM-ന് വലിയ വിലയൊന്നും. അതെ, ഒരു നിലയും വിലയൊന്നും ഇല്ല HM-ന്. അയാളൊരു അയ്യോ പാവം അല്ലേ? ഒരു AEO എന്നോ DO എന്നോ കേട്ടാലേ നമുക്കൊരു വെയിറ്റ് ഉള്ളൂ. എന്താ അങ്ങനെയല്ല. LWA അപ് ടു 120 days ഹെഡ് ഓഫ് ദ ഓഫീസിന് അനുവദിക്കാം. ഇനി LWA എക്സീഡിങ് 120 days but up to 180 ആര്? Head of the department. Yes. Head of the department. Head of the department ആണ്. അപ്പൊ റൂൾ 64 എന്താ പറഞ്ഞത്? 180 ദിവസത്തിൽ കൂടുതലുള്ള exceeding 180 days. LWA exceeding 180 days. സാങ്ഷൻ ചെയ്യാൻ ആർക്കു മാത്രമേ അധികാരമുള്ളൂ? ഗവൺമെന്റിനു മാത്രമേ അധികാരമുള്ളൂ. LWA 180 days കൂടുതൽ അനുവദിക്കാൻ ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. 180 കുറവ് LWA മാത്രമാണെങ്കിൽ, 180 കുറഞ്ഞ LWA മാത്രമാണെങ്കിൽ അത് അനുവദിക്കേണ്ടത് ആരെന്ന് ഗവൺമെന്റ് പ്രത്യേകം ഉത്തരവിലൂടെ വ്യക്തമാക്കുമെന്നാണ് 164 പറഞ്ഞത്. അങ്ങനെ ഗവൺമെന്റ് ഉത്തരവിലൂടെ വ്യക്തമാക്കി. എന്നിട്ട് പറഞ്ഞു എന്ത്? LWA അപ് ടു 120 days ഹെഡ് ഓഫ് ദ ഓഫീസ് അനുവദിച്ചോ? ഹെഡ് ഓഫ് ദ ഓഫീസ് അനുവദിച്ചോളൂ. LWA 120 കൂടുതൽ വേണം, അപ് ടു 180 വരെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചോട്ടെ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചു കൊടുക്കും. 180 ആണ് പിന്നെ ഗവൺമെന്റ്, ഞങ്ങൾ മാത്രമേ അനുവദിക്കൂ, ഗവൺമെന്റ് മാത്രമേ അനുവദിക്കൂ. ക്ലിയർ ആയോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഈ 64, 63 ഞാൻ ഫസ്റ്റ് കേറിയില്ലായിരുന്നു. അതെന്ത് 64, 63 എന്ന് പറഞ്ഞു? എങ്ങനെ? ഈ 64 എന്ന് പറയുന്നത് എന്താന്നോ? റൂൾ നമ്പർ അല്ലെ? റൂൾ നമ്പറാണ്. അതായത് KSRലെ റൂൾ നമ്പറാണ് 64 എന്ന് പറയുന്നത്. ശരി, അടുത്തത് നോക്കിക്കല്ലോ. റൂൾ 64 വന്ന ചോദ്യം നോക്കി. മാക്സിമം പീരീഡ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ബൈ ഹെഡ് ഓഫ് ദ ഓഫീസ്. ഹെഡ് ഓഫ് ദ ഓഫീസ് അനുവദിക്കാവുന്ന LWA എത്രയാണ്? 4 months. 4 months 4 മാസമാണ്. Maximum period of leave without allowance that can be granted by head of the office is 4 months. 4 months. That means എത്ര ദിവസം? 4 months എന്ന് പറഞ്ഞാൽ അടുത്ത നോക്കിയേ. മാക്സിമം എമൗണ്ട് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ് under Rule 88 Part 1 KSR that can be sanctioned at a time by head of the department is. Head of the department maximum അനുവദിക്കാവുന്നത് 180 days. സംശയമില്ലല്ലോ?
ഇനി ഞാൻ ഈ ചോദ്യം ഏതെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം. തുടക്കമായതുകൊണ്ട് ചെറിയ ചില കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ട്രാക്കിൽ വന്നോളും. ഞാൻ ഇത്ര സാവകാശം ഒന്നും പറയേണ്ടി വരില്ല. സർ ഇതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ 3 months ആണോ 4 months ആണോ? കേട്ടില്ല സാർ, ഒന്നും പറഞ്ഞേ. ഇതിന്റെ മുമ്പത്തെ ചോദ്യത്തിന്റെ ഉത്തരം 3 months ആണോ 4 months ആണോ? പറ ആദ്യം ആ ചോദ്യം അവിടെ കേട്ടെ. ഹെഡ് ഓഫ് ദ ഓഫീസിന് LW എത്ര കാലം അനുവദിക്കാം? 120 days. 120 days. 120 days. അപ്പൊ എത്ര മാസം അത്? 120 days എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 4 എത്ര മാസം? 6 months വരെ ആവാന്നല്ലേ? ഹെഡ് ഓഫ് ദ ഓഫീസിനാ 4 മാസം. 4 months. 4 മാസം. 4 മാസം 120 ദിവസം വരെയല്ലേ ഹെഡ് മാസ്റ്റർക്ക് അനുവദിക്കാവൂ, ഹെഡ് ഓഫ് ദ ഓഫീസിന് അനുവദിക്കാവൂ, തഹസിൽദാർക്ക് അനുവദിക്കാവൂ, അല്ലേ? 6 മാസം എന്ന് പറഞ്ഞ ആള് ബോധ്യപ്പെട്ടോ ഞാൻ പറഞ്ഞത്? മാറിപ്പോയതാണ്, ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതാണ് സംഭവം. അത് മതി. ഇനി the power to sanction LW exceeding 4 months comes with Head of department. head of the department. പക്ഷെ ആ ചോദ്യം ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. The power to sanction LW exceeding 4 months Comes with it. അതിനിപ്പോ ഗവൺമെന്റ് ആയിക്കൂടെ? 150 days. up to 180 days നും കൂടെ പോകണം, എന്നാലേ കറക്റ്റ് ആവും. ബട്ട് അപ് ടു 180 days ആരാണ്? അപ്പൊ മാത്രം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഇല്ലെങ്കിൽ Head of department. പവർ ടു സാങ്ഷൻ LW exceeding 4 months but up to 180 days rest with come with head of the department. Okay. Hello sir. Sir, our third question ആൻസറിൽ ഓപ്ഷൻ സിയും ഡിയും തമ്മിൽ എന്താ ഡിഫറൻസ്? ഒന്ന് 6 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് 180 days എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റൂളിൽ എന്താ കൊടുത്തത്? റൂളിൽ എന്താ കൊടുത്തത്? 6 മാസം 180 days എന്നാണ് കൊടുത്തത്. സംഗതി അങ്ങനെയെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ 4 months എന്നിട്ടുണ്ടല്ലോ 120ക്ക്. എങ്ങനെ? അപ്പൊ ശരിയായിട്ടുണ്ടല്ലോ. അല്ല, സെക്കൻഡ് ക്വസ്റ്റ്യനിലെ 120 days ഉള്ളത് 120 days പറഞ്ഞിട്ടില്ലല്ലോ. അപ് ടു എന്നുള്ളതുകൊണ്ടോ? അല്ല, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4 months എന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് ശരിയാണല്ലോ. അവിടെ നമ്മൾ 120 ഉണ്ടായിരുന്നെങ്കിൽ 120 ആയിരുന്നു ശരിയാവുക. ശരി. Power to sanction leave without allowance exceeding a period of 4 months but up to 6 months at a time will rest with. പറയൂ. The power to sanction leave without allowance exceeding a period of 4 months but up to 6 months at a time will rest with. A non-gazetted officer applied for leave without allowance from 29/2/2012 to 30/6/12. The authority competent to sanction leave is Head of the department. അതെങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ മനസ്സിലായി. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. 4 months. 4 months ആണ് വരുന്നത്. ശരി. 29/2/22 മുതൽ 30/6/22 വരെയാണ് അല്ലേ? ഏതാ പീരീഡ് എന്ന് പറഞ്ഞേ? ഏത് മുതൽ ഏത് വരെ? 29/2/2012 മുതൽ 30 2012. ശരി. ഇത് എത്ര ദിവസമുണ്ട്?
ഫെബ്രുവരി മാസം എത്ര ദിവസം? ഫെബ്രുവരി ഫെബ്രുവരി ഇല്ല. ഫെബ്രുവരി ഒരു 29. എന്താ 30-ാം തീയതിയല്ലേ? ഒരു ദിവസം 29 ദിവസം. 29 ഫെബ്രുവരിയിൽ ഒരു ദിവസം ഇല്ലേ? 29/2/12 മുതൽ 30/6/12 വരെ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം ഇല്ലേ? ഒരു ദിവസം ഉണ്ടോ? ഒരു ദിവസം. ഒരു ദിവസം. അടുത്ത മാർച്ച് മാസം. മാർച്ചിൽ എത്ര ദിവസം? 1. മാർച്ചിൽ 31. ഏപ്രിൽ, 30. മെയ്, 30. 31. ജൂൺ 30. 1, 2, 3, 3, 6, 9, 3, 12. എത്ര ദിവസം ഉണ്ട്? 123 ദിവസം ഉണ്ട്. 123 ദിവസത്തെ LWA ആരെ അനുവദിക്കണം? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കണം. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കണം. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? പറയേ. ചോദ്യം: An executive engineer applied for leave without allowance for 122 days from 1/7/12. The leave can be granted by leave can be granted by Head of the department. head of the department ആണ് അനുവദിക്കേണ്ടത്. അടുത്ത നോക്കിയേ. LWA under Appendix 12B can be sanctioned only by government. Appendix 12B പ്രകാരമുള്ള LWA ആരാണ് അനുവദിക്കേണ്ടത്? ഗവൺമെന്റ്. In granting leave without allowance to an officer under other rules except under Appendix 12A and 12C, sanction of government will be required if it exceeds dash days at a time. 180 days. 180 days at a time. അത് ഗവൺമെന്റ് ആണ് അനുവദിക്കേണ്ടത്. ചോദ്യം മനസ്സിലായോ? അതെന്താന്ന്? മനസ്സിലായി. അപ്പൻഡിക്സ് 12 പ്രകാരമുള്ള ലീവ് ഒരു സംശയവുമില്ല. അത് 2 വർഷത്തിൽ കുറഞ്ഞ സർവീസ് ഉള്ളവർക്ക് പഠനാവശ്യാർത്ഥം അനുവദിക്കുന്നതാണ്. അത് ഗവൺമെന്റ് തന്നെയാണ്. ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പൻഡിക്സ് 12A-യും 12B-യും 12C-യും എല്ലാം ഗവൺമെന്റ് തന്നെയാ? അല്ല, അപ്പൻഡിക്സ് 12B ഗവൺമെന്റ് ആണ് അനുവദിക്കേണ്ടത്. ഇനി അപ്പൻഡിക്സ് 12A-യും 12C-യും അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റോഡ് സൈഡ് വാങ്ങിയതാ മറ്റേ HOD ആണ് അനുവദിക്കേണ്ടത്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് അനുവദിക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കേണ്ടത്. അടുത്ത എന്താ പറഞ്ഞത്? ഇതല്ലാത്ത മറ്റ് LWA സാങ്ഷൻ ചെയ്യേണ്ടത്. സാങ്ഷൻ ഓഫ് ഗവൺമെന്റ് വിൽ ബി റിക്വയർഡ് ഇഫ് ഇറ്റ് എക്സീഡ്സ് എത്രയാണ്? 180 days. 180 ദിവസത്തിൽ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തന്നെയാണ് അനുവദിക്കേണ്ടത്. ഓക്കെ, എങ്കിൽ പറ അടുത്തത് 14-ാമത്തത്. The sealing of leave without allowance admissible to a permanent officer on one occasion without government sanction is. ഗവൺമെന്റ് സാങ്ഷൻ ഇല്ലാതെ ഒരു പെർമനന്റ് ഓഫീസർക്ക് അറ്റ് എ ടൈമിൽ, ഗവൺമെന്റ് സാങ്ഷൻ ഇല്ലാതെ ഒരു പെർമനന്റ് ഓഫീസർക്ക് അറ്റ് എ ടൈമിൽ എത്ര ലീവ് അനുവദിക്കാം? 3 months. 3 months. 3 months. 3 months. 3 months. അത് എങ്ങനെ 3 months കിട്ടിയ? 6 months. 180 ദിവസം വരെ. ഗവൺമെന്റ് സാങ്ഷൻ വേണമെങ്കിൽ എത്ര ലീവ് വേണം? 180 കൂടുതൽ 6 മാസം വരെ.
അപ്പൊ ഗവൺമെന്റ് സാങ്ഷൻ ഇല്ലാതെ വരെ ഗവൺമെന്റ് സാങ്ഷൻ ഇല്ലാതെ എത്ര ലീവ് വരെ അനുവദിക്കാം? 180 വരെ. Up to 6 months. 6 months വരെ അനുവദിക്കാം. അപ്പൊ ഏതാ ശരി ഉത്തരം? 6 months. 6 months. 6 months ആണ്. അതാരാ ഒരു മാസം എന്ന് പറഞ്ഞേ? 1 month അല്ലേ? ഏതിന്? ഏതാ 1 month എന്ന് പറഞ്ഞേ? 6 months ആണ്. പറയൂ. സാറാ ചോദ്യം ഒന്നുകൂടെ നോക്കിയേ. സീലിംഗ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ് അഡ്മിസിബിൾ ടു എ പെർമനന്റ് ഓഫീസർ ഓൺ 1 occasion വിത്തൗട്ട് ഗവൺമെന്റ് സാങ്ഷൻ. ഗവൺമെന്റ് സാങ്ഷൻ ഇല്ലാതെ തുടർച്ചയായി എത്ര ദിവസമാണ് ഒരാൾക്ക്? 6 month ആണ്. എങ്ങനെയാണ് 1 month കിട്ടിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം? 1 month പറയൂ. എങ്ങനെ വന്നു? സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ആ. ഈ 6 months എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ ഡേയ്സ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 180ക്ക് മുകളിൽ വരില്ലേ? അപ്പം ഇല്ല, KSR പ്രകാരം ഒരു മാസം എന്ന് പറഞ്ഞാൽ 1 month എന്ന് പറഞ്ഞാൽ 30 days ആണ്. 1 month എന്ന് പറഞ്ഞാൽ KSR പ്രകാരം 1 month എന്ന് പറഞ്ഞാൽ 30 days ആയി എടുക്കണം. അത് റൂളാണ്. ശരി, മടുത്തോ? ഇല്ല. അടുത്ത കൂടെ പറയട്ടെ. പറഞ്ഞോളൂ സാർ. ശരി, അടുത്തത് റൂൾ 65 എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു ലീവാണ്, അല്ല ഒരു റൂളാണ്. റൂൾ 65. അതിൽ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ആരും ഒരു അവകാശമായി ഉന്നയിക്കാൻ പാടില്ല. ലീവ് ആർക്കും ഒരു അവകാശമായി ഉന്നയിക്കാൻ പാടില്ല. പബ്ലിക് സർവീസിന് നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ലീവ് റെഫ്യൂസ് ചെയ്യാം. ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് നിങ്ങളുടെ ലീവ് റെഫ്യൂസ് ചെയ്യാം. ഇനി അതല്ല, ലീവ് അനുവദിച്ചതാണ്, നിങ്ങൾ ലീവിലിരിക്കെ നിങ്ങളുടെ ലീവ് റിവോക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് നിങ്ങളെ തിരിച്ചു വിളിക്കാനും ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. പഠിച്ചു നോക്കണം. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ആരുടെയും അവകാശമല്ല. നിങ്ങളെ ഹെഡ് ഓഫ് ദ ഓഫീസിന് നിങ്ങളോട് ദേഷ്യം ഉണ്ടെങ്കിലല്ല. പബ്ലിക് സർവീസിന് നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ലീവ് റെഫ്യൂസ് ചെയ്യാം. ലീവ് അപേക്ഷ കൊടുത്തു റെഫ്യൂസ് ചെയ്യാം. അതല്ലെങ്കിലോ, നിങ്ങൾ ലീവിലിരിക്കാൻ നിങ്ങളുടെ സേവനം അത്യാവശ്യമായി വന്നു, നിങ്ങളുടെ ലീവ് റദ്ദ് ചെയ്താൽ നിങ്ങളെ തിരികെ വിളിക്കാനും ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കും. രണ്ട് പോയിന്റ് ഓർമ്മിക്കണം. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ആരുടെയും അവകാശമല്ല. പബ്ലിക് സർവീസിന് നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ലീവ് റെഫ്യൂസ് ചെയ്യാം. ഇനി നേരത്തെ അനുവദിച്ച ലീവാണെങ്കിൽ റിവോക്ക് ചെയ്ത് നിങ്ങളെ തിരികെ വിളിക്കാനും ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അനുവാദം ഉണ്ടായിരിക്കും, അധികാരമുണ്ടായിരിക്കും. അത് ക്യാഷ്വൽ ലീവിനാണോ സാറേ? ഇങ്ങനെ ക്യാഷ്വൽ ലീവ് ഇവിടെ പറഞ്ഞ ലീവ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത, ഇവിടെ പറഞ്ഞ ലീവ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത 5 ഓർഡിനറി ലീവ്സും 5 സ്പെഷ്യൽ ലീവ്സിന്റെയും കാര്യമാണ് ഇവിടെ പറഞ്ഞത്. 5 ഓർഡിനറി ലീവ്സ്, ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടർ ലീവ്, ലീവ് നോട്ട് ഡ്യൂ, LWA, വിത്തൗട്ട് അലൗൻസ് 5 എണ്ണം. അതേപോലെ 5 ഓർഡിനറി ലീവ്സ്,
സ്പെഷ്യൽ ഡിസാബിലിറ്റി ലീവ്, മെറ്റേണിറ്റി ലീവ്, പെറ്റേണിറ്റി ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, ഹോസ്പിറ്റൽ ലീവ്. ഈ 5 ലീവാണ് ഇവിടെ ലീവ് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. 5 5 10 ലീവ്. 5 ഓർഡിനറി ലീവ്സും 5 10 ലീവ്സിന്റെയും കാര്യത്തിലാണ് ഈ പറഞ്ഞത് ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. കാഷ്വൽ ലീവിൻ്റെത് അപ്പൻഡിക്സ് 7 പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ലീവ് എന്ന് ഉദ്ദേശിച്ചത് കാഷ്വൽ ലീവ് അല്ല. അപ്പൊ പറഞ്ഞു നോക്കൂ, ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ഒരാളുടെയും അവകാശമായി ഉന്നയിക്കാൻ പാടില്ല റൂൾ 65 പ്രകാരം. സർവീസ്, പബ്ലിക് സർവീസിന്, അതായത് നിങ്ങളുടെ സേവനം ഗവൺമെന്റിന് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീവ് നിങ്ങളുടെ ലീവ് റെഫ്യൂസ് ചെയ്യാം. ലീവ് അപേക്ഷ നിങ്ങൾക്ക് റെഫ്യൂസ് ചെയ്യാം. അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാം. അല്ലെങ്കിൽ ലീവിൽ ഇരിക്കുക തന്നെയാണെങ്കിൽ നിങ്ങളെ ലീവ് റദ്ദ് ചെയ്ത് തിരികെ വിളിക്കാനും ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കും. പക്ഷേ റൂൾ 65ന്റെ നോട്ട് പ്രധാനമാണ്. റൂൾ 65ന്റെ നോട്ട്, നിങ്ങളൊരു ലീവിന് അപേക്ഷിച്ചു, 10 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവിന് അപേക്ഷിച്ചു. നിങ്ങൾ ഹെഡ് ഓഫ് ദ ഓഫീസ് പറയാണ് നിങ്ങൾക്ക് 10 ദിവസം കമ്മ്യൂട്ടർ ലീവ് ഒന്നും തരില്ല, വേണമെങ്കിൽ 10 ദിവസം ഹാഫ് പേ ലീവ് തരാം. അങ്ങനെ പറയാൻ ഹെഡ് ഓഫ് ദ ഓഫീസിന് അധികാരമില്ല. അപേക്ഷകന്റെ ലീവ് പബ്ലിക് സർവീസിന് ആവശ്യമാണെന്ന് കണ്ടാൽ റെഫ്യൂസ് ചെയ്യാം. അതിന് ഹെഡ് ഓഫ് ദ ഓഫീസിന് അധികാരമുണ്ട്. പക്ഷെ ഞാൻ 10 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവിന് ചോദിച്ചാൽ അത് 10 ദിവസത്തെ ഹാഫ് പേ ലീവ് മാത്രമേ തരൂ എന്ന് പറയാൻ ആർക്ക് അധികാരമില്ല? ഹെഡ് ഓഫ് ദ ഓഫീസിന് അധികാരമില്ല. അതായത് ലീവിന്റെ ഇനം മാറ്റാൻ ഹെഡ് ഓഫ് ദ ഓഫീസിന് അധികാരമില്ല എന്നർത്ഥം. The nature of leave due and applied for, nature of leave due and applied for by an officer cannot be altered at the option of the sanctioning authority. ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ലീവിന്റെ ഇനം മാറ്റാൻ അനുവാദമില്ല. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? അപേക്ഷകന് മാത്രമേ അതിന് അധികാരമുള്ളൂ. എന്നാൽ it is open to the sanctioning authority to refuse. ലീവ് റെഫ്യൂസ് ചെയ്യാം, അല്ലെ റിവോക്ക് ദ ലീവ് ഡ്യൂ ആൻഡ് അപ്ലൈഡ് ഫോർ, ലീവ് റദ്ദ് ചെയ്ത് തിരികെ വിളിക്കാം. അതൊക്കെ ഹെഡ് ഓഫ് ദ ഓഫീസിന്റെ അധികാരമാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു ഹിം ആൾട്ടർ ദ നാച്ചർ ഓഫ് സച്ച് ലീവ്. പക്ഷെ ലീവിന്റെ ഇനം മാറ്റാൻ ആർക്ക് അധികാരമില്ല? ഹെഡ് ഓഫ് ദ ഓഫീസിന് അധികാരമില്ല. ഹെഡ് ഓഫ് ദ ഓഫീസിന് ഒരാളുടെ ലീവ് ഇനം മാറ്റം, ഞാൻ അപേക്ഷിച്ച ലീവ് കമ്മ്യൂട്ടർ ലീവ് ആണെങ്കിൽ എനിക്ക് കമ്മ്യൂട്ടർ ലീവ് തന്നെ അനുവദിക്കണം. ഞാൻ ഹാഫ് പേ ലീവിനാണ് അപേക്ഷിച്ചെങ്കിൽ അത് ഹാഫ് പേ ലീവ് തരില്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലീവ് തരാമെന്ന് ഹെഡ് ഓഫ് ദ ഓഫീസ് പറയാൻ പാടില്ല. അയാൾക്ക് അതിന് അധികാരമില്ല. ലീവിന്റെ ഇനം മാറ്റാൻ, ദ നാച്ചർ ഓഫ് ദ ലീവ്, ലീവിന്റെ നാച്ചർ മാറ്റാൻ ആർക്കാ അധികാരമുള്ളൂ? ആർക്കേ ഉള്ളൂ? അപേക്ഷകന് മാത്രമേ ലീവിന്റെ ഇനം മാറ്റാൻ അധികാരമുള്ളൂ. സാങ്ഷനിങ് അതോറിറ്റിക്ക് ഒരാളുടെ ലീവ് ആൾട്ടർ ചെയ്യാൻ അധികാരമില്ല. ഓക്കെ, ക്ലിയറല്ലേ പറഞ്ഞ? ശരിക്കും പറഞ്ഞേ, ലീവ് cannot be claimed as a matter of right is stated in which rule? ലീവ് ഒരാളുടെ അവകാശമല്ല എന്ന് ഏത് റൂളിലാ പറഞ്ഞത്? 65. Yes, rule 65 part first കേസാണ്.
In which of the following statement is right? Yes, 65 part first KSR. ഇനി അടുത്ത ചോദ്യം, which of the following statement is right as per KSR? KSR അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഏത് പ്രസ്താവനയാണ് ശരി? 4 പ്രസ്താവനയും വായിച്ചു നോക്കണം. ലീവ് cannot be claimed as a matter of right. ലീവ് ആരുടെ അവകാശമായി ഉന്നയിക്കാൻ കഴിയില്ല. ലീവ് ഡാഷ് as a matter of right. Cannot be claimed. പറഞ്ഞോ. Cannot be claimed. Cannot be claimed. Leave cannot be claimed as a matter of right. Leave cannot be claimed as a matter of right. അടുത്തത്, the Director of Health Service granted eligible for 3 months to an assistant surgeon. Director of Health Service അദ്ദേഹത്തിന്റെ കീഴിലുള്ള അസിസ്റ്റന്റ് സർജന് 3 മാസത്തെ ലീവ് അനുവദിച്ചു. In exigencies of public സർവീസിന് ഈ അസിസ്റ്റന്റ് സർജന്റെ സേവനം അത്യാവശ്യമായി കാണുകയാണെങ്കിൽ Can be reckoned by Director of Health Service. by ആർക്ക്? Director of Health Service. അദ്ദേഹത്തിന്റെ ലീവ് റദ്ദ് ചെയ്യാം. ആർക്ക്? Director of Health Service. ആർക്കാ ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് തന്നെയല്ലേ റിവോക്ക്? ആരാ ലീവ് സാങ്ഷൻ ചെയ്തത്? Director of Health. ആരാ ലീവ് സാങ്ഷൻ ചെയ്തത്? മെഡിക്കൽ ഓഫീസർ. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്. Director of Health Service. Option C. The leave can be revoked by മെഡിക്കൽ ഓഫീസർ അല്ലേ? Director. ആരാണോ ലീവ് സാങ്ഷൻ ചെയ്തത് അയാൾക്കാണ് ലീവ് റിവോക്ക് ചെയ്യാനുള്ള അധികാരമുള്ളത്. അപ്പം ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആണ് ഇദ്ദേഹത്തിന് ലീവ് അനുവദിച്ചത്. അസിസ്റ്റന്റ് സർജൻ അല്ലേ ലീവ് തരുന്നത്? യെസ്, ഡയറക്ടർ സർവീസ് ആണ്. യെസ്. ഇനി അടുത്ത എങ്ങനെ മെഡിക്കൽ ഓഫീസറോ? ഇദ്ദേഹത്തിൽ ആരാണോ ഓപ്ഷൻ സി ആണ്, ആരാണോ ലീവ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്? കേൾക്ക്. Leave for the 3 months. Okay. ആരാണ് ലീവ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്? അദ്ദേഹം തന്നെയാണ് ലീവ് റദ്ദ് ചെയ്ത് തിരികെ വിളിക്കാനും അർഹതയുള്ളത്. അപ്പം ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആണ് ഇദ്ദേഹത്തിന് ലീവ് സാങ്ഷൻ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് തിരിച്ചു വിളിക്കാനുമുള്ള അധികാരമുള്ളത്. Okay. An employee applied for half pay leave for 30 days on personal matters from 11/11/2018. Head of the office sanctioned earned leave for 30 days, even though he had sufficient leave at his credit.
In this context, Because of this. which of the following statement is in order? എന്താ സംഭവം? ഒരു ഓഫീസർ 30 ദിവസത്തെ ഹാഫ് പേ ലീവിന് ചോദിച്ചു, അപേക്ഷിച്ചു. ഓഫീസ് അനുവദിച്ചു. Option A. Option A. The statutory authority cannot alter the nature of the leave applied. ഏൺ ലീവാണ് ഇദ്ദേഹം. Option A. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? Option A. Option C. പറയൂ. Option A. The sanctioning authority cannot പറയൂ പറയൂ. സംഭവം ക്ലിയർ ആവുന്നില്ലേ? ബ്രേക്ക് ആവുന്നുണ്ടോ പറയുന്നത്? നല്ലോണം. Sanctioning authority leave Cannot alter the nature of the Option A. ഞാൻ പറയുന്നത് ആവുന്നില്ലേ? Question മുറിഞ്ഞു പോണുണ്ട് സാറേ, ഹലോ? മുറിഞ്ഞു പോണുണ്ട്. ക്ലിയർ ആവുന്നില്ല സാറേ. Hello. കഴിഞ്ഞോ ക്ലാസ്? അല്ലാതെ തോന്നിയതാണ്. ഇന്ന് ക്ലാസ്സിൽ റൂൾ 62 പറഞ്ഞായിരുന്നോ? മുതലേ പറഞ്ഞു. 4 അല്ലേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞോണ്ട് അതെ അതെ, ആദ്യം 61 പറഞ്ഞിട്ട് പിന്നെ 63 അല്ലേ പറഞ്ഞത്? 62 പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല. 63, 64.
ഹലോ, കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം, ഇപ്പൊ കേൾക്കാം. യെസ്. ഇന്നെന്തോ നെറ്റിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അവസാനം നമ്മൾ പറഞ്ഞത് ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ആരുടെയും അവകാശമല്ല. പബ്ലിക് സർവീസിന് അത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ലീവ് നിരസിക്കാനും ഇനി അനുവദിച്ച ലീവ് റദ്ദ് ചെയ്ത് ജീവനക്കാരെ തിരികെ വിളിക്കാനും ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവസാനം നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 30 ദിവസത്തെ ഹാഫ് പേ ലീവിന് അപേക്ഷിച്ചു. ഹെഡ് ഓഫ് ദ ഓഫീസ് 30 ദിവസത്തെ ഏൺ ലീവ് അനുവദിച്ചു കൊടുത്തു. ഈ നടപടി ശരിയാണോ? എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻ ഓർഡർ? ഏതാ ശരി? ഓപ്ഷൻ എ. Sanctioning authority cannot alter the nature of the leave applied for on any ground, and hence the action of the head of the office is irregular. ആ നടപടി തെറ്റാണ്. ഇനി അടുത്തത്, an officer has 80 days of half pay leave at the credit applied for commuter leave for 30 days. Leave sanctioning authority sanctioned 30 days of earned leave to him. Which of the following statement is true? താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഏത് പ്രസ്താവനയാണ് ശരി? ഡി. ഡി ആണ്. Nature of leave due and applied for by an officer cannot be altered at the option of the sanctioning authority. സാങ്ഷനിങ് അതോറിറ്റി സ്വന്തം നിലക്ക് ഒരു ലീവിന്റെ നാച്ചർ മാറ്റാൻ അധികാരമില്ല. അതാര് മാത്രമാണ്? ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അധികാരമില്ല. ആർക്കു മാത്രമാണ്? അപേക്ഷകന് മാത്രമേ ആ ലീവിന്റെ ഇനം മാറ്റാൻ അധികാരമുള്ളൂ. നാച്ചർ ഓഫ് ലീവ് ഡ്യൂ ആൻഡ് അപ്ലൈഡ് ഫോർ ബൈ എൻ ഓഫീസർ. The nature of leave due and applied for by an officer cannot be altered at the option of the sanctioning authority. Cannot be altered at the option of the